അപ്പോൾ മലപ്പുറം മഞ്ചേരിയിൽ റീൽസ് താരം ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ചതിൽ അസ്വാഭാവികത തള്ളി പോലീസ്. മദ്യപിച്ച് വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. പോസ്റ്റ്മോർട്ടത്തിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം കണ്ടെത്തി. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സമീർ, ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ ഈ വരുന്ന അപകട വാർത്തകളിൽ പോലും അതിന്റെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ലഹരിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇയാളെ സംബന്ധിച്ച് കുറച്ച് മാനസിക സമ്മർദ്ദമൊക്കെ ഉള്ള ഒരു സമയം കൂടിയായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം. ക്രിസ്റ്റീന, ഇന്നലെ വൈകുന്നേരമാണ് ഈ വഴിക്കടവ് സ്വദേശി സോഷ്യൽ മീഡിയ റീൽസ് താരം ജുനൈദ് മഞ്ചേരിയിൽ വാഹനാപകടത്തിൽ മരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇതിൽ അസ്വാഭാവികത ഉണ്ടെന്നും കൊലപാതകമാണെന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും പ്രചാരങ്ങളും ഒക്കെ തന്നെ ഉണ്ടായത്. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുകയാണ് പോലീസ്. ഇന്ന് നടന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഈ ജുനൈദിന്റെ ശരീരത്തിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം ഡോക്ടേഴ്സ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി അലക്ഷ്യമായി വാഹനം ഓടിച്ച് അപകടമായി മാറിയതാണ് എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലുള്ള വിലയിരുത്തൽ. ഏതായാലും വിദഗ്ധ പരിശോധനയ്ക്കായി ഈ ജുനൈദിന്റെ രക്തത്തിന്റെ സാമ്പിൾ പോലീസ് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഈ തിങ്കളാഴ്ചയായിരിക്കും ഇതിന്റെ പരിശോധനാ ഫലം വരിക എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ആദ്യഘട്ട നിഗമനം അല്ലെങ്കിൽ കണ്ടെത്തൽ എന്നുള്ളത് ഈ അസ്വാഭാവികതയല്ല, മാത്രമല്ല മദ്യപിച്ച് വാഹനം ഓടിച്ചതാണെന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. നേരത്തെ ചില കേസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും അതുമായി ഒന്നും തന്നെ മലപ്പുറം മഞ്ചേരിയിൽ റീൽസ് താരം ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ചതിൽ അസ്വാഭാവികത തള്ളി പോലീസ്. മദ്യപിച്ച് വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. പോസ്റ്റ്മോർട്ടത്തിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം കണ്ടെത്തി. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സമീർ, ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ ഈ വരുന്ന അപകട വാർത്തകളിൽ പോലും അതിന്റെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ലഹരിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇയാളെ സംബന്ധിച്ച് കുറച്ച് മാനസിക സമ്മർദ്ദമൊക്കെ ഉള്ള ഒരു സമയം കൂടിയായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം.